അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 18 ചൊവ്വാഴ്ച. തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചു. സെലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിയോജിപ്പ് തള്ളിയാണ് നിയമനം. നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ഇന്ന് സ്ഥാനമൊഴിയുന്ന സാഹചര്യത്തിലാണ് നിയമനം. 1988 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ് ഗ്യാനേഷ് കുമാർ. പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, ആഭ്യന്തരമന്ത്രി എന്നിവരടങ്ങുന്ന സെലക്ഷൻ കമ്മിറ്റിയാണ് തീരുമാനമെടുക്കേണ്ടത്. സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ കേന്ദ്രം ഒഴിവാക്കിയത് നേരത്തെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. UDF സർക്കാരിന്റെ കാലത്ത് 300 സ്റ്റാർട്ടപ്പുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും LDF ഭരണത്തിൽ 8 വർഷം കൊണ്ട് 6200 വർദ്ധിച്ചുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസ്. 5800 കോടിയുടെ നിക്ഷേപമുണ്ടായി എന്നും 2026ഓടെ 15000 സ്റ്റാർട്ടപ്പുകളാണ് ലക്ഷ്യമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു. വ്യവസായിക മേഖലയിൽ കേരളം കുതിച്ചുചാട്ടത്തിലാണെന്നും എന്നാൽ പ്രതിപക്ഷം സംസ്ഥാനത്തിന്റെ ശത്രുക്കളെ പോലെ പെരുമാറുന്നുവെന്നും മന്ത്രി P. രാജീവ്. 22,125 കോടിയുടെ നിക്ഷേപം സംസ്ഥാനത്തുണ്ടായി എന്നും 3,44,848 പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചുവെന്നും 7,31,264 പേർക്ക് തൊഴിൽ നൽകിയെന്നും ഈ വസ്തുത ആർക്ക് വേണമെങ്കിലും വ്യവസായ വകുപ്പ് വെബ്സൈറ്റിൽ പരിശോധിക്കാമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷം വികസന മുടക്കികളെന്ന് എക്സൈസ് മന്ത്രി MV രാജേഷ്. അപവാദം പ്രചരിപ്പിച്ചാൽ നാടിന് ഗുണമുള്ള കാര്യത്തിൽ നിന്ന് പിന്തിരിയില്ലെന്ന് പറഞ്ഞ മന്ത്രി മദ്യക്കമ്പനി അനുമതിയിൽ പ്രതിപക്ഷത്തെ സംവാദത്തിന് വെല്ലുവിളിച്ചു. മദ്യക്കമ്പനി വരുമ്പോൾ നിരവധി പേർക്ക് ജോലി ലഭിക്കുമെന്നും എലപ്പുള്ളിയിൽ CPMന്റെ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗത്തിൽ പ്രസംഗിക്കാനെത്തിയ മന്ത്രി കൂട്ടിച്ചേർത്തു. ക്ഷേത്രത്തിൽ വസ്ത്രം ധരിച്ച് കയറാമെന്ന തീരുമാനം സർക്കാർ സധൈര്യം എടുക്കണമെന്നും അതിന് തന്ത്രിമാരുടെ അനുവാദം കാത്തിരിക്കരുതെന്നും ഉടുപ്പഴിച്ചേ പോകാവൂ എന്ന നിർബന്ധം പിടിക്കുന്ന ക്ഷേത്രങ്ങളിൽ പോകേണ്ടെന്നും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ. ക്ഷേത്രങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കരുതെന്നും വെടിക്കെട്ട് വേണ്ടെന്നുമാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡാമുകളിലൂടെയുള്ള സീപ്ലെയിൻ സാധ്യതയിൽ ആദ്യ പരിഗണന മലമ്പുഴയ്ക്കെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഈ സാധ്യത ഫലപ്രദമായി നടത്താൻ സാധിച്ചാൽ പ്രദേശത്ത് വലിയ മാറ്റമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മലമ്പുഴയിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് കാരവൻ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ റാഗിംഗ് പരാതി സ്ഥിരീകരിച്ച് കോളേജ് ആന്റി റാഗിംഗ് കമ്മിറ്റി. ബയോടെക്നോളജി 1ാം വർഷ വിദ്യാർത്ഥി വിൻസ് ജോസിനെ സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തുവെന്നായിരുന്നു പരാതി. ഷർട്ട് വലിച്ചുകയറി മുട്ടുകാലിൽ നിർത്തി മുതുകിലും ചെകിടത്തും അടിച്ചുവെന്നും തറയിൽ വീണ ബിൻസിനെ വീണ്ടും മർദ്ദിച്ചുവെന്നും വെള്ളം ചോദിച്ചപ്പോൾ തുപ്പിയ ശേഷം കുപ്പിവെള്ളം നൽകിയതായും ബിൻസ് പറയുന്നു. സീനിയർ വിദ്യാർത്ഥികളായ വേലു, പ്രിൻസ്, അനന്തൻ, പാർത്ഥൻ, അലൻ, ശ്രാവൺ, സൽമാൻ എന്നിവർക്കെതിരെയാണ് പരാതി. പ്രിൻസിപ്പലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റാഗിങ്ങിന് കേസെടുക്കുമെന്ന് കഴക്കൂട്ടം പോലീസ് അറിയിച്ചു. ചാലക്കുടിയിലെ ഫെഡറൽ ബാങ്ക് പോട്ട ശാഖയിൽ നിന്നും 15 ലക്ഷം രൂപ കവർന്ന കേസിലെ പ്രതി റിജോ ആന്റണിയെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. ചാലക്കുടി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. പ്രതിക്കായി പോലീസ് 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. പ്രതിക്ക് ജാമ്യം നൽകിയാൽ കുറ്റം ആവർത്തിക്കാൻ സാധ്യതയെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ലൈഫ് ഭവന പദ്ധതി, ഡിജിറ്റൽ സാക്ഷരത, നഗരനയത്തിലെ ഇടപെടലുകൾ എന്നിവ വഴി രാജ്യത്തിന് തന്നെ മാതൃകയായ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനം നേതൃത്വം നൽകുകയാണെന്ന് മന്ത്രി MV രാജേഷ്. തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ പദ്ധതികളിൽ വകുപ്പ് നേടിയ നേട്ടങ്ങൾ മന്ത്രി വിശദീകരിച്ചു. പാലക്കാട് അഹല്യ ക്യാമ്പസിലെ മഴവെള്ള സംഭരണികൾ സന്ദർശിച്ച് മന്ത്രി MV രാജേഷ്. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനി മഴവെള്ള സംഭരണി നിർമ്മിക്കുമെന്ന് പറഞ്ഞതിനെ പരിഹസിച്ചവർ അഹല്യയിൽ വന്ന് പരിശോധിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. താൻ ഒയാസിസ് കമ്പനിയുടെ വക്താവല്ലെന്നും സർക്കാരിനെതിരെ ആരോപണം വന്നതുകൊണ്ടാണ് മറുപടി പറയുന്നതെന്നും മന്ത്രി പറഞ്ഞു.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം 9ാം ദിവസത്തിലേക്ക്. ഇന്ന് ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് സമരം ഉദ്ഘാടനം ചെയ്യും. സമരത്തിന് കൂടുതൽ പേർ പിന്തുണയുമായി എത്തുന്നുണ്ട്. അതേസമയം നിയമവിരുദ്ധമായ സമരം ഉടൻ നിർത്തണമെന്നാവശ്യപ്പെട്ട് കന്റോൺമെന്റ് പോലീസ് ഇന്നലെ നൽകിയ നോട്ടീസ് സമരക്കാർ തള്ളി. 5 നേതാക്കളോട് ഉടൻ ഹാജരാകാൻ ആവശ്യപ്പെട്ട നോട്ടീസ് തള്ളിയ സമരസമിതി പ്രതിഷേധം കടുപ്പിക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. വ്യാഴാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹാസംഗമം സംഘടിപ്പിക്കാനാണ് സമരക്കാരുടെ തീരുമാനം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിക്ക് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം ജഗതിയിലെ ജവഹർ സഹകരണ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10:30 ഉദ്ഘാടനം നിർവഹിക്കും. പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനും ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ മുഖ്യാതിഥിയും ആയിരിക്കും. CPM അക്രമ രാഷ്ട്രീയത്തെ വിമർശിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ മാറ്റം വരുത്തി ശശി തരൂർ MP. പെരിയയിൽ കൊല്ലപ്പെട്ട ശരത് ലാലിനും കൃപേഷിനും പ്രണാമം അർപ്പിച്ചുള്ള FB പോസ്റ്റിലെ നരഭോജി പ്രയോഗമാണ് തരൂർ മുക്കിയത്. CPM നരഭോജികൾ കൊലപ്പെടുത്തിയ കൂടപ്പിറപ്പുകളെന്നായിരുന്നു പോസ്റ്റ്. ശശി തരൂരിന്റേത് പാർട്ടി നിലപാടല്ലെന്നും വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നും KPCC പ്രസിഡന്റ് കെ സുധാകരൻ. അദ്ദേഹത്തിന് താൻ നല്ല ഉപദേശം കൊടുത്തിട്ടുണ്ടെന്നും പാർട്ടി തീരുമാനമാണ് ഔദ്യോഗികമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. പെരിയ കേസിലെ പരോൾ വിഷയത്തിൽ CPM ഭരിക്കുന്ന കാലത്തോളം ഇതൊക്കെ തുടരുമെന്നാണ് KPCC അധ്യക്ഷന്റെ പ്രതികരണം. ശശി തരൂർ വിവാദത്തിലെ ചർച്ച കേരളീയരും കേരള വിരുദ്ധരുമെന്ന നിലയിലേക്ക് മാറിയെന്ന് വ്യവസായ മന്ത്രി P. രാജീവ്. സഭയിലെ പ്രതിപക്ഷം കേരളത്തിലെ ജനങ്ങളുടെ പ്രതിപക്ഷമാകരുതെന്നും സർക്കാരിനുള്ള മറുപടിയല്ല കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾക്കുള്ള മറുപടിയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്നും മന്ത്രി P. രാജീവ് പറഞ്ഞു. കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി. ഇടഞ്ഞോടിയ ആനകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടിയിരുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡാണെന്നും ആനകളെ 100 കിലോമീറ്ററിൽ കൂടുതൽ യാത്ര ചെയ്യിപ്പിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്നും കോടതി ചോദിച്ചു. പരമാവധി മരുന്ന് സംഭരിച്ച് ഹീമോഫീലിയ ചികിത്സ സാധ്യമായ രീതിയിൽ വികേന്ദ്രീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഹീമോഫീലിയ രോഗികളുടെ പ്രശ്നങ്ങൾ ഉന്നതതല യോഗത്തിൽ ചർച്ച ചെയ്ത ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് നഗരത്തിലെ ഖരമാലിന്യ സംസ്കരണത്തിനായി ഞെളിയൻ പറമ്പിൽ BPCLന്റെ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് തുടങ്ങും. പ്ലാന്റിനായി 8 ഏക്കർ വരെ സ്ഥലം 20 വർഷത്തേക്ക് പാട്ടത്തിന് കൊടുക്കാൻ തീരുമാനമായി. മേയർ ഡോക്ടർ ബീന ഫിലിപ്പിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. തോമസ് കെ തോമസ് NCP അധ്യക്ഷനായേക്കും. ഇതിന് ശരത് പവാർ തത്വത്തിൽ അംഗീകാരം നൽകുകയായിരുന്നു. AK ശശീന്ദ്രൻ തോമസിനെ പിന്തുണച്ചപ്പോൾ PC ചാക്കോയും എതിർത്തില്ല. എന്നാൽ തോമസ് കെ തോമസിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നേതൃത്വം വഴിയാകട്ടെയെന്നും ശരത് പവാർ പ്രതികരിച്ചു. സംസ്ഥാനത്ത് ഇന്ത്യ സഖ്യം യാഥാർത്ഥ്യമായിരിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പരിഹസിച്ചു. പ്രതിപക്ഷം ഭരണപക്ഷത്തിന്റെ B ടീമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാർ അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മുണ്ടക്കൈ ചൂരൽമല പുനർനിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ നിക്ഷേപ മൂലധന വായ്പ അനുവദിച്ചതെന്നും എന്നാൽ അത് കേന്ദ്ര അവഗണനയാണെന്നും പറഞ്ഞ് LDFനൊപ്പം യോജിച്ച സമരം നടത്തുമെന്നാണ് VD സതീശനും K. സുധാകരനും പറയുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. നിർമ്മാതാക്കളുടെ സംഘടന വക്കീൽ നോട്ടീസ് അയച്ച സംഭവത്തിൽ പ്രതികരണവുമായി അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റി ഭാരവാഹി ജയൻ ചേർത്തല. താൻ സത്യമേ പറഞ്ഞിട്ടുള്ളൂവെന്നും മാറ്റി പറയേണ്ട കാര്യങ്ങളൊന്നുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംഘടനയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ ബലത്തിലാണ് താൻ സംസാരിച്ചതെന്നും വക്കീൽ നോട്ടീസിന് അമ്മയുടെ അഭിഭാഷകൻ പ്രതികരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ED ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് കർണാടകയിലെ വ്യവസായിയിൽ നിന്നും 4 കോടി തട്ടിയ കേസിൽ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്ത കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ASI ഷഫീർ ബാബുവിനെ സസ്പെൻഡ് ചെയ്തു. ഷഫീറിനെ സസ്പെൻഡ് ചെയ്ത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. കേസിലെ പ്രധാന പ്രതിയാണ് ഷഫീർ ബാബു. പെരുന്നാട് CITU പ്രവർത്തകൻ ജിതിന്റേത് രാഷ്ട്രീയ കൊലപാതകമല്ലെന്ന് പ്രതിയായി നിഖിലേഷിന്റെ അമ്മ മിനി.
പ്രതികളിൽ ഒരാളായ നിഖിലേഷ് CITU പ്രവർത്തകനാണെന്നും ടിപ്പർ ലോറി ഉടമയായ മകൻ ബിസിനസ് ആവശ്യത്തിനായാണ് CITUവിൽ ചേർന്നതെന്നും കൊല്ലപ്പെട്ട ജിതിൻ മുൻപ് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള ആളാണെന്നും കൊലപാതകത്തിന് രാഷ്ട്രീയ ബന്ധമില്ലെന്നും മിനി പറഞ്ഞു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള സർക്കാർ ജീവനക്കാർക്ക് റംസാൻ മാസം ജോലി സമയത്തിൽ ഇളവ് നൽകി തെലങ്കാന സംസ്ഥാന സർക്കാർ. മാർച്ച് 2 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിലാണ് ഇളവ്. ജോലി സമയം വൈകിട്ട് 4 മണിവരെയാക്കിയാണ് ഇളവ് ചെയ്തത്. സർക്കാർ വകുപ്പിലെ ജീവനക്കാർ, അധ്യാപകർ, കരാറുകാർ, കോർപ്പറേഷൻ, പൊതുമേഖലാ ജീവനക്കാർ എന്നിവിടങ്ങളിലെ മുസ്ലിം വിഭാഗക്കാർക്കാണ് ഇളവ് പ്രഖ്യാപിച്ചത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചിലർ ബലിയാടാക്കുന്നുവെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. യാത്രയയപ്പ് യോഗത്തിലാണ് രാജീവ് കുമാറിന്റെ പ്രസ്താവന. ഗൂഢോദ്ദേശത്തോടെ ചിലർ കമ്മീഷനെതിരെ കള്ളപ്രചാരണം നടത്തുന്നുവെന്നും തോൽക്കുന്നവർ ഇത് അംഗീകരിക്കാതെ കമ്മീഷനെ കുറ്റം പറയുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും ഓരോ പോളിംഗ് സ്റ്റേഷനിലെയും വോട്ട് മനസ്സിലാകാത്ത രീതിയിൽ വോട്ടെണ്ണൽ ക്രമീകരിക്കണമെന്നും യാത്രയയപ്പ് യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. സ്റ്റാൻഡപ്പ് കോമഡിയിലെ വിവാദ പരാമർശത്തിൽ ദേശീയ വനിതാ കമ്മീഷന് മുന്നിൽ ഹാജരാകാതെ റൺവീർ അലഹബാദിയ. വധഭീഷണി നേരിടുന്ന സാഹചര്യത്തിലാണ് കമ്മീഷന് മുന്നിൽ ഹാജരാകാതിരുന്നത് എന്നാണ് വിശദീകരണം. മാർച്ച് 6-നാണ് ഹാജരാകാൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആന്ധ്രാപ്രദേശിലെ കേന്ദ്ര സർവകലാശാലയിൽ വിദ്യാർത്ഥി സമരം. മലയാളി വിദ്യാർത്ഥികളടക്കം 700ഓളം വിദ്യാർത്ഥികളാണ് സർവകലാശാലയിലെ അഡ്മിനിസ്ട്രേഷൻ കെട്ടിടത്തിന് മുന്നിൽ ഇന്നലെ രാത്രി മുതൽ സമരം തുടരുന്നത്. ലേഡീസ് ഹോസ്റ്റലിലെ സുരക്ഷാ വീഴ്ചയിൽ പ്രതിഷേധിച്ചാണ് സമരം. ഹോസ്റ്റലിനകത്തും പരിസരത്തും രാത്രിയടക്കം പുരുഷന്മാരെ കണ്ടതായി വിദ്യാർത്ഥികൾ പരാതിപ്പെടുന്നു. ലേഡീസ് ഹോസ്റ്റലിന് കൃത്യം സുരക്ഷ ഉറപ്പു നൽകാതെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ നിലപാട്. ഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ അപകടത്തെ തുടർന്ന് ആൾക്കൂട്ട നിയന്ത്രണ ചട്ടങ്ങൾ നടപ്പിലാക്കാൻ റെയിൽവേ മന്ത്രാലയം. 18 പേരുടെ ജീവനെടുത്ത അപകടമുണ്ടായി 48 മണിക്കൂറിന് ശേഷമാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ നടപടി. 2 ദിവസത്തെ സന്ദർശനത്തിന് ദില്ലിയിലെത്തിയ ഖത്തർ അമീർ ഷൈഖ് ഹമീം ബിൻ ഹമദ് അൽധാനി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ മേഖലയിലടക്കം സഹകരണം ശക്തമാക്കാനുള്ള കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. പ്രോട്ടോകോൾ മാറ്റിവച്ച വിമാനത്താവളത്തിൽ നേരിട്ടെത്തി നരേന്ദ്രമോദി ഇന്നലെ ഖത്തർ അമീറിനെ സ്വീകരിച്ചിരുന്നു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇന്നലെ ഷെയ്ഖ് ഹമീമുമായി ചർച്ച നടത്തിയിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സുപ്രധാന നീക്കവുമായി US ഉദ്യോഗസ്ഥരും റഷ്യൻ പ്രതിനിധികളും റിയാദിൽ കൂടിക്കാഴ്ച നടത്തും. യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായാൽ റഷ്യയ്ക്കുമേൽ US ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ നീക്കാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉറപ്പു നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.